അതിശ്രേഷ്ഠാചാരത്വം നൂറ്റാണ്ടുകൾ ദീപം ദയവായി പ്രയോഗത്തിന് മുഴുവൻ ജനങ്ങളും മുൻപോട്ട് കടന്നു വരണം. മുൻപോട്ട് കടന്നു വരിക. നീതിക്ക് വേണ്ടിയുള്ള സമരം തുടരട്ടെ. പിന്തിരിപ്പൻ ശക്തികൾ പിന്തിരിയട്ടെ. ദൈവനാമം മഹത്വീകരിക്കപ്പെടട്ടെ. സഹോദര മെത്രാപ്പോലീത്തന്മാരെ, വൈദിക ശ്രേഷ്ഠരെ, കർത്താവിൽ വാത്സല്യമുള്ളവരും, ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഒരറിയിപ്പും കൂടാതെ കേവലം പത്രത്തിലൊരു വാർത്ത കണ്ടതിന്റെ പശ്ചാത്തലത്തിൽ മാത്രം ഈ പരിശുദ്ധ സഭയോടുള്ള സ്നേഹവും അതിനോടുള്ള പ്രതിബദ്ധതയും മുൻനിർത്തി ഇവിടെ കടന്നു വന്നിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും പരിശുദ്ധ സഭയുടെ നാമത്തിൽ ആദ്യമായി പ്രാർത്ഥനാപൂർവ്വം അനുമോദനങ്ങൾ അർപ്പിക്കുന്നു. നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇറങ്ങാതിരിക്കാൻ പറ്റില്ല. കാരണം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളതും നമ്മൾ പഠിച്ചിട്ടുള്ളതും ഇതുപോലെ നീതിക്ക് വേണ്ടിയുള്ളൊരു പോരാട്ടമാണ്. മറ്റ് മതസ്ഥരോടും സമുദായ സഭാ വിഭാഗങ്ങളോടും ഞങ്ങൾക്ക് വിനയപൂർവ്വം അപേക്ഷിക്കാനായിട്ടുള്ളത് യാഥാർത്ഥ്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം എന്നുള്ളതാണ്. എനിക്ക് വളരെ ചുരുങ്ങിയ നമുക്ക് എല്ലാവർക്കും വികാരമുണ്ട്. പക്ഷെ ഈ സമയത്ത് നമ്മൾ വികാരമല്ല, വിവേകം ചരിത്രം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ ഇന്ന് ഉച്ചയ്ക്ക് മലയാളിക്ക് മനസാക്ഷിയുണ്ട് എന്നുള്ളതിന്റെ ചുരുക്കം ചില പ്രതീകങ്ങളിൽ ഒന്നായ ആദരണീയനായ അഴീക്കോട് സാറിന്റെ ഒരു പ്രസ്താവന ടെലിവിഷനിലുണ്ടായിരുന്നു. ഉമ്മൻചാണ്ടിക്ക് മനസാക്ഷി എന്ന് പറയുന്നതുണ്ടെങ്കിൽ അഴീക്കോട് സാറിന്റെ വാക്കെങ്കിലും അനുസരിക്കുവാൻ അദ്ദേഹം തയ്യാറാകണം. അദ്ദേഹം പറയുന്നത് ഇത് ഒരു സമുദായത്തിന്റെ വിഷയമല്ല, നീതി നടപ്പാക്കി കൊടുക്കുന്നതിൽ ഉത്തരവാദിത്വമുള്ള ഒരു ഗവൺമെന്റ് സംവിധാനം ചെയ്യേണ്ട കാര്യം മാത്രമാണ്. ആരെയാണിവിടെ ഭയക്കുന്നത്? ആരെയാണിവിടെ പേടിക്കുന്നത്? നമ്മൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് ഓർക്കണം പ്രിയമുള്ളവരെ. ഭാരതത്തിന്റെ അഭിമാനമായ ഗാന്ധിയുടെ ചിത്രം വെച്ചുകൊണ്ട് ഇവിടെ അനീതി പ്രവർത്തിക്കുവാൻ ഈ മാർഗം, ഈ സമരത്തെ
വിജയത്തിന്റെ മാർഗം നമുക്ക് കാണിച്ചു തന്നത് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയാണ്. ഒരു വൈദേശിക ശക്തിയും ഇവിടെ ഉണ്ടാകരുത് എന്ന് ഭാരതത്തിലെ ജനങ്ങളെ പ്രബോധിപ്പിച്ചത് ഗാന്ധിയാണ്. ഞാൻ ചോദിക്കുകയാണ്, ലജ്ജയില്ലേ? ഗാന്ധിയുടെ പണം വെച്ചുകൊണ്ട് ഈ ഭരണസഭകൾ ക്ഷമിച്ചു. ദിവസം 7 ആയില്ലേ? അഴീക്കോട് സാറ് ചോദിക്കുക, ഒരു സഭയുടെ ഭരണാധ്യക്ഷൻ അവിടെ ഉപവാസ സമരം കിടക്കുമ്പോൾ ഒരു ജില്ലാ കളക്ടറെ വിട്ടാണോ സന്ധി സംഭാഷണം നടത്തേണ്ടതെന്ന് ഞാനല്ല മലയാളിയുടെ മനസാക്ഷിയായ ആദരണീയനായ അഴീക്കോട് സാറാണ് ചോദിക്കുന്നത്. ഇതല്ല ഭൂഷണമെന്ന് അദ്ദേഹം ഉപദേശിക്കുന്നു. വിവരമില്ലെങ്കിൽ വിവരമുള്ളവർ പറയുന്നതെങ്കിലും കേൾക്കട്ടെ. അതുപോലെ മാർത്തോമാ സഭയുടെ ഭരണാധ്യക്ഷനും അതുപോലെ എല്ലാവർക്കും പ്രിയങ്കരനായ ക്രിസോസ്റ്റം വലിയ മെത്രാപ്പോലീത്ത പറഞ്ഞു, നീതിയാണ് നടപ്പാക്കേണ്ടത് എന്ന്. അപ്പോ അല്പമെങ്കിലും ദൈവബോധമുള്ള എങ്കിലും മനസാക്ഷിയുള്ളവര് പറയുന്നത് നീതി നടപ്പാക്കണമെന്ന. ഇത് പക്ഷേ ബഹുമാന്യനായ തിരുവഞ്ചൂരിന്റെ ഓഫീസിന് മുമ്പിൽ നമ്മളെ കൊണ്ടുവന്നത് മറ്റാരുമല്ല. ഈ കാര്യത്തിൽ മുൻപന്തിയിൽ നിന്ന് നീതിക്ക് വേണ്ടി സംസാരിക്കേണ്ട ഏക വ്യക്തി ശ്രീമാൻ തിരുവഞ്ചൂർ മാത്രമായിരുന്നു. അദ്ദേഹം അടൂരിൽ, ഞാൻ ഇന്നലെ അദ്ദേഹവുമായി കുറെ നേരം സംസാരിച്ചു, അടൂരിൽ ശ്രീ തിരുവഞ്ചൂർ ഇലക്ഷന് നിന്നപ്പോൾ സഭാംഗമായ BK ജോൺ സാറിനെ വൈദികരും ജനങ്ങളും കൂടി പരാജയപ്പെടുത്തി ജയിപ്പിച്ചു വിട്ടത് ഈ തിരുവഞ്ചൂരിനെയാണ്. കോട്ടയത്ത് അദ്ദേഹം നിന്നപ്പോൾ നിങ്ങൾക്കറിയാൻ കിട്ടിയ വോട്ടിന്റെ ഭൂരിപക്ഷമൊക്കെ അതിലൊക്കെ മലങ്കര സഭയുടെ പങ്കാളിത്തം അദ്ദേഹം മറക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രിയമുള്ളവരെ, ഇന്ന് മലങ്കര സഭ തെരുവിലായെങ്കിൽ ഇതിലെ മെത്രാപ്പോലീത്തന്മാർ, ഇത്രയധികം വൈദികർ, ഇത്രയധികം വിശ്വാസികൾ, ഞങ്ങളുടെ ഇവിടെ നിന്നൊക്കെ അനേകർ വരാൻ തയ്യാറായിരുന്നു. ഞാനവരെ വിലക്കി. ഇന്നത്തേത് കഴിയട്ടെ. സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടെയും സങ്കടം കാണണം. വല്യമ്മച്ചിമാരുടെ അവരുടെ കണ്ണുനീര് കാണണം. കാരണം അവർക്ക് ഈ സഭയോട് ഒരു പ്രതിബദ്ധതയുണ്ട്. വോട്ട് വാങ്ങിച്ച് കീശയിലിട്ടിട്ട് കസേര കിട്ടുമ്പോൾ അവർ ഞെളിഞ്ഞിരിക്കുന്നതല്ല ധാർമ്മികത. മലങ്കര സഭയിലെ മെത്രാപ്പോലീത്തന്മാർ, വൈദിക വിശ്വാസികൾ തെരുവിലായെങ്കിൽ ഉത്തരവാദി 2 പേർ മാത്രമാണ്. ബഹുമാന്യപ്പെട്ട മുഖ്യമന്ത്രി ശ്രീമാൻ ഉമ്മൻചാണ്ടി അവരുകളും അതുപോലെ റവന്യൂ വകുപ്പിന്റെയും കോട്ടയം അധ്യക്ഷനും കോട്ടയത്തിന്റെ MLA-യുമായ ശ്രീമാൻ തിരുവഞ്ചൂരും മാത്രമാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനായിട്ടുള്ളത്, നീതിക്ക് വേണ്ടിയുള്ള ഈ സഹന സമരത്തെ കണ്ട് ആസ്വദിക്കുന്നതാണോ സർക്കാർ നിങ്ങളുടെ നയമെന്ന് ചോദിക്കട്ടെ. ഞാനെന്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. ഇത് മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. 1651 വീട്ടുകാർ മറുലക്ഷത്തുണ്ട് എന്ന് പറയുന്നു. പച്ചക്കള്ളമെന്ന് നമ്മുടെ കോനാട്ടച്ഛൻ അവിടെ പറഞ്ഞു. 2002 ലിസ്റ്റ് എടുത്തപ്പോൾ 1651 വീടുകൾ ഓർത്തഡോക്സ് പക്ഷത്താണ്. ഇത് പക്ഷത്തിന്റെ ഒരു പ്രശ്നം മാത്രമല്ല, ഒരു പള്ളിയുടെ മാത്രം പ്രശ്നമല്ല. ഒരു രാജ്യത്ത് നീതി നടക്കണമോ, നീതി നടപ്പാക്കണമോ എന്നുള്ളതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം മുഖ്യമായ ചിന്താ വിഷയം. അങ്ങനെയാണെങ്കിൽ നമുക്ക് മൻമോഹൻ സിംഗിനെ അവിടെ നിന്ന് മാറ്റിയിട്ട് ശ്രീമാൻ ഉമ്മൻചാണ്ടിയെ ഡൽഹിക്ക് വിടാം. കാരണം കാശ്മീരിലെ പ്രശ്നം വേഗം തീരും, കൊടുക്കേണ്ടവർക്ക് കൊടുക്കാട്ടെ. അതുപോലെ ബാർബറി മസ്ജിദിന്റെ പ്രശ്നം അവിടെ തീരുമാനിക്കും. അനന്താമ്പാറ പോലെ മിണ്ടാതെ നിന്നാൽ മതിയോ? ഇതാണോ ഭരണാധികാരികൾക്ക് ചേർന്നത് ഭൂഷണമെന്നുള്ളത് നമ്മൾ ചിന്തിക്കുക. മലങ്കര സഭയെ വേദനിപ്പിച്ചിട്ടുള്ളപ്പോഴൊക്കെ മലങ്കര സഭ ദൈവികമായ പാതയിൽ പ്രതികരിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും കാണിക്കുവാൻ ചങ്കൂറ്റം മലങ്കരയിൽ മുലപ്പാല് കുടിച്ച മക്കളുണ്ടായിരുന്നു എന്നുള്ളത് അവർ കാണിച്ചു. ഒരൽപ്പം ലാഘവത്വം കാണിച്ചത് ഇപ്പോൾ അബദ്ധമായി എന്ന് ഞങ്ങളുടെ സഭ ചിന്തിക്കുന്നു. ഞാൻ നിർത്തട്ടെ, അധികം ഞങ്ങളെ പ്രസംഗിപ്പിക്കുകയില്ല എന്ന് തിരുവഞ്ചൂര് ചിന്തിക്കും, കരുതും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഓരോ ദിവസം മറുവിഭാഗം ഓരോ ന്യായങ്ങളും കൊണ്ടാണ് വരുന്നത്. അല്പം സ്നേഹത്തിന് വേണ്ടി, പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി
ചില കാര്യങ്ങൾക്ക് നമ്മൾ തയ്യാറാകും തോറും കൂടുതൽ ഡിമാൻഡുമായിട്ട് വരുന്നു. ഈ സർക്കാർ ആരെ പേടിക്കുകയാണ് പ്രിയമുള്ളവരെ? കോടതി വിധി നടപ്പാക്കുവാൻ പോലീസ് അധികാരികൾ തയ്യാറാകുന്നപ്പോൾ അവർ പിന്നെ പറയുന്നു മേളിൽ നിന്ന് ഞങ്ങൾക്ക് നിർദ്ദേശമുണ്ടെന്ന്. മുകളിൽ നിന്ന് നിർദ്ദേശം വലിയ താമസമില്ലാതെ മുകളിൽ നിന്ന് തന്നെ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ സഭയെ വേദനിപ്പിച്ചിട്ടുള്ളവർ, ഇതിനെ അപഹസിച്ചിട്ടുള്ളവർ, ഇതിനെ പരിഹസിച്ചിട്ടുള്ളവർ പാഠം പഠിച്ചിട്ടുണ്ട്. ദൈവം പാഠം പഠിപ്പിക്കാതെ ഇരിക്കട്ടെ. ഞാൻ നിർത്തുന്നു. മുൻപോട്ട് പോകുവാനും അതോടൊപ്പം നീതി കിട്ടുന്നവരെ ഈ സമരത്തിൽ പോരാളികളായി പങ്കെടുക്കുമെന്ന് ഓർമ്മിച്ചുകൊണ്ട് മലങ്കര സഭയുടെ ഓരോ അൽമായർക്ക് വേണ്ടിയും ഈ സമരം മലങ്കര സഭയുടെ പിതാവായ മലങ്കര സഭയുടെ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ പൗലോസ് ബാവായുടെ ജീവന് സംരക്ഷണം നൽകണമെന്ന് ഓർപ്പിച്ചുകൊണ്ട് അതിന് വിഘാതമുണ്ടാക്കുന്ന ആളുകളുടെ ജീവിതത്തിൽ മുൻപോട്ടുള്ള യാത്രയിൽ വിഘാതം സൂക്ഷിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ഈ സമര പരിപാടികൾക്ക് അഭിവാദ്യം അർപ്പിക്കുന്നു. ഈ ഉപരോധ സമരത്തിന് സഹായം നൽകിയ, പ്രോത്സാഹനം നൽകിയ മീഡിയ പ്രവർത്തകരോടുള്ള ഹൃദയം നിറഞ്ഞ സന്തോഷവും നന്ദിയും അറിയിക്കുകയാണ്. കൂടാതെ അച്ചടക്കത്തോടുകൂടി ഇതിന് ക്രമീകരണം ചെയ്തു തന്ന പോലീസ് അധികാരികളോടുള്ള സ്നേഹവും നന്ദിയും ഞാൻ അറിയിക്കുകയാണ്.